ICDS 3 പറ്റി നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഇൻകം കമ്പ്യൂട്ടേഷൻ ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്സിൽ ICDS 1 ഉം 2 നമ്മൾ നോക്കി. അപ്പോൾ ICDS 3 ആണ്. അപ്പോൾ ICDS 3യുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇത് ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്ടർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ICDS ആണ്. കൺസ്ട്രക്ഷൻ കോൺട്രാക്ടർ ക്യാരിങ് ഔട്ട് കൺസ്ട്രക്ഷൻ വർക്ക്. അല്ലാതെ സ്വന്തം സ്ഥലത്തെടുത്ത് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സിന് ആവശ്യമില്ല. അവർക്കല്ല ഇത് നമ്മുടെ സ്വന്തം പൈസ എടുത്ത് നമ്മൾ തന്നെ ലാൻഡ് വാങ്ങിച്ച് നമ്മൾ തന്നെ അതിനകത്ത് ഫ്ലാറ്റ് കെട്ടിയിട്ട് 8,000 റെഡിമെയ്ഡായിട്ട് നമ്മൾ വിൽക്കുകയാണ്. അതല്ല, അങ്ങനത്തെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ കോൺട്രാക്ടേഴ്സിന് വേണ്ടിയുള്ളതാണ് ICDS 3. ഈ ICDS 3-കകത്ത് റിക്കഗ്നീഷൻ്റെ ആംഗിളിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഇത് ആദ്യത്തെ പാർട്ട് മൊത്തം റിക്കഗ്നീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ റിക്കഗ്നീഷനിൽ അവർ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഏതൊരു ICDS പഠിക്കുമ്പോഴും ആ ICDSനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ടെക്സ്ചർ അല്ലെങ്കിൽ അതിനകത്ത് പറയുന്ന മെയിൻ പോയിന്റുകളുടെ കണ്ടൻറ്റ് മനസ്സിലാക്കുക. അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്ന് ഈ ICDS എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നു നോക്കുക. ആ ഡീവിയേറ്റ് ചെയ്യുന്നതാണ് പ്രോബ്ലത്തിലടക്കം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരിക. ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നതാണ്. അപ്പം ആദ്യം ICDS ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഡീവിയേഷനിലേക്ക് പോകും. എങ്ങനെ ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അത് ടാക്സിൻ്റെ ലോയിൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന ആംഗിളിൽ വരുമ്പോൾ എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ്, ആ ഇമ്പാക്റ്റാണ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കുന്നത്. ശരി, ആദ്യം കണ്ടൻറ്റ് പഠിക്കാം. കണ്ടൻറ്റിൽ പറയുന്നത് കോൺട്രാക്റ്റ് റവന്യൂ റിക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഒരു റീസണബിൾ സെർട്ടനിറ്റി ഓഫ് ഇറ്റ്സ് കളക്ഷൻ ഉണ്ടായിരിക്കണം. സാധാരണ അക്കൗണ്ട്സിലും നമ്മുടെ അക്കൗണ്ട് സ്റ്റാൻഡേർഡിൽ അത് വലിയ വ്യത്യാസമൊന്നുമില്ല. റീസണബിൾ സെർട്ടനിറ്റി ഓഫ് ഇറ്റ്സ് അൾട്ടിമേറ്റ് കളക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ റവന്യൂ റിക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ. ചില കേസിൽ റീസണബിൾ സെർട്ടനിറ്റിയും പോരാ, വെർച്വൽ സെർട്ടനിറ്റി ഉണ്ടെങ്കിൽ റിക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന കേസുകളുണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. പക്ഷേ ഇവിടെ ഒരു വെർച്വലിലോട്ടൊന്നും പോകുന്നില്ല. റീസണബിൾ, ജസ്റ്റ് ന്യായമായിട്ടുള്ള ഒരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളക്ഷൻ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ റവന്യൂ റിക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ റീസണബിൾ സെർട്ടനിറ്റി ഓഫ് ഇറ്റ്സ് കളക്ഷൻ മിസ്സിംഗ് ആണെങ്കിൽ റിക്കഗ്നൈസ് ചെയ്യേണ്ട. ഇനി കോൺട്രാക്റ്റ് റവന്യൂ നമ്മൾ കാണിക്കേണ്ടത് ഒരു കാരണവശാലും കംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് മെത്തേഡ് പെർമിറ്റഡ് അല്ല. കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിൻ്റെ കേസിൽ ഇൻകം മസ്റ്റ് ബി റിക്കഗ്നൈസ്ഡ് ഓൺ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ്. 5 കോടി രൂപയുടെ വലിയൊരു കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റാണ് കിട്ടിയത്. ഈ വർഷം 30% വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എങ്കിൽ ആ 5 കോടിയുടെ 30% ഈ വർഷം ഇൻകത്തിൽ റിക്കഗ്നൈസ് ചെയ്യണം. ഇതാണ് എൻ്റെ കോൺസെപ്റ്റ്, പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ്. കാരണം ഈ 5 കോടിയുടെ കോൺട്രാക്റ്റ് തീരുമ്പോൾ ചിലപ്പോൾ 3 വർഷമാവും. 3 വർഷം തീരുമ്പോഴേ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആവും. കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴല്ല കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് ഇൻകം കാണിക്കേണ്ടത്. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയറിൽ എത്രയുടെ വർക്കാണ് കംപ്ലീറ്റ് ചെയ്ത് ആ കംപ്ലീറ്റ് ആയ വർക്കിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ഇൻകം റവന്യൂ അതിൻ്റെ അത്രയുടെയും കോസ്റ്റും എടുത്ത് പ്രൊപ്പോർഷനേറ്റ് റവന്യൂ ലോസോ കാണിച്ചിരിക്കണം. അതാണ് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ്. മാൻഡേറ്ററി ആണ്. കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റുകൾക്ക് ഇൻകം ടാക്സിനകത്ത് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് ഈസ് കമ്പൾസറി. റീസണബിൾ സെർട്ടനിറ്റി ഓഫ് ഇറ്റ്സ് കളക്ഷൻ ഉണ്ടെങ്കിൽ ഇൻകം റിക്കഗ്നൈസ് ചെയ്യാം. പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് തന്നെ കാണിക്കണം. ഇനി പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് എടുക്കുമ്പോൾ നമ്മൾ 30% 40% വർക്ക് ഈ വർഷം ചെയ്തിട്ടുള്ളൂ കൺസ്ട്രക്ഷൻ. അപ്പോൾ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് എങ്കിൽ അതിൻ്റെ ആ 30% റവന്യൂ, ആ 30% ചെയ്ത വർക്കിൻ്റെ കോസ്റ്റും ഇത് രണ്ടും കൂടെ എടുത്തിട്ട് ഇൻകം റിക്കഗ്നൈസ് ചെയ്യണം. അങ്ങനെ റിക്കഗ്നൈസ് ചെയ്യുമ്പോൾ ലോസ് വന്നു എന്ന് വിചാരിക്കുക. പലപ്പോഴും നമുക്ക് വരുന്നൊരു പോയിന്റ് ഇതാണ്, നമ്മളിപ്പോൾ 30% ചെയ്തപ്പോൾ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ, ഇതിൻ്റെ ബാക്കി 70% ചെയ്യുമ്പോഴും ലോസേ വരുള്ളൂ. അങ്ങനെ, കാരണം അക്കൗണ്ട്സിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പം ബാക്കി ലോസ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ സാധാരണ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ മൊത്തം ലോസ് നമ്മൾ അന്നേരം തന്നെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് പെർമിറ്റഡ് ഇൻ ICDS 3. ICDS 3 ക്ലിയർലി സേസ് ദാറ്റ് ലോസ് ഇൻകേർഡ് അലൗഡ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ. ഇപ്പം നിങ്ങൾ എത്ര സ്റ്റേജാണോ കംപ്ലീറ്റ് ചെയ്തത് ആ വർക്ക് കംപ്ലീറ്റ് അത്രേൻ്റെ പ്രൊപ്പോർഷനേറ്റ് ലോസ് എത്രയാണോ അത്രയും ലോസ് മാത്രമേ ICDS 3 പ്രകാരം ഇൻകം ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ. കാരണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7 പറയുന്നത് നമ്മൾ 30% 40% വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പം തന്നെ 100% ഈ വർക്ക് തീരുമ്പോഴും ലോസ് വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്കിപ്പോൾ തോന്നുകയാണെങ്കിൽ ആ ബാക്കി എക്സ്പെക്റ്റഡ് ലോസിന് മൊത്തം ഇപ്പോൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വകുപ്പുണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7. ചെയ്യണമെന്നാണ് പറയണത്. പ്രൂഡൻസ് കോൺസെപ്റ്റാണ്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, മദർ ICDSനകത്ത് പ്രൂഡൻസ് കോൺസെപ്റ്റ് റിക്കഗ്നൈസ് ചെയ്യുന്നില്ല. മദർ ICDSൽ പ്രൂഡൻസ് കോൺസെപ്റ്റ് റിക്കഗ്നൈസ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ അത് കൃത്യമായിട്ട് കാണാനുമുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ എക്സ്പെക്റ്റഡ് ലോസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ലോസിന് ഇപ്പോൾ പ്രൊവിഷൻ ഇടാൻ പറ്റില്ല. അപ്പോൾ ലോസ് ആയാലും ഇൻകം ആയാലും പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡാണ്. റീസണബിൾ സെർട്ടനിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻകം റിക്കഗ്നൈസ് ചെയ്യണം. റിക്കഗ്നിഷൻ്റെ ആംഗിളിലെ മെയിൻ പ്രിൻസിപ്പിൾ ICDS 3 ഫസ്റ്റ് പാർട്ടിൽ ഇത്രയുമാണ്. ഇനിയുള്ള വിഷയം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ICDS വളരെ വേരിയേഷനാണ്. പ്രൂഡൻസ് മിസ്സിംഗ് ആയിട്ടുള്ള കാര്യമാണ്. എന്തായാലും ICDSലെ കണ്ടൻറ്റ് ഞാൻ പറയാം. ICDSലെ കണ്ടൻറ്റ് ഇതാണ്. അവർ പറയുകയാണ്, നിങ്ങൾ കോൺട്രാക്റ്റ് റവന്യൂ കാണിക്കുമ്പോൾ സാധാരണ കോൺട്രാക്റ്റ് റവന്യൂ കസ്റ്റമർ നമുക്ക് മുഴുവൻ പൈസയും തരില്ല. പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് ആകുമ്പം ക്വാളിറ്റിയിലൊക്കെ അവൻ ബോധേഡായിരിക്കും. ഫ്യൂച്ചറിൽ ഇതിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ വാറണ്ടി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും കസ്റ്റമർ അല്ലെങ്കിൽ ബയ്യർ, നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്ന ആ ടേൺ കീ പ്രോജക്റ്റ് നമ്മൾ ചെയ്തു കൊടുക്കുന്ന നമ്മുടെ ആ ബയ്യർ അല്ലെങ്കിൽ നമ്മുടെ ആ സർവീസ് റെസിപ്പിയൻറ്റ്, അവൻ നമുക്ക് മുഴുവൻ പൈസയും തരില്ല.
അവൻ കോൺട്രാക്ട് റവന്യൂവിൻ്റെ ഒരു 2%, 3%, ചില 10% വരെയൊക്കെ വരാം. റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ അവൻ പൈസ പിടിച്ചു വയ്ക്കും. അവൻ അത്രയും റിട്ടൻഷൻ പിടിച്ചു വെച്ചിട്ട് ബാക്കി പൈസയെ നമുക്ക് റിലീസ് ചെയ്യുള്ളൂ. ഈ റിട്ടൻഷൻ എപ്പോഴാണ് നമുക്ക് കിട്ടുക? പ്രോജക്റ്റിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ മൊത്തം കഴിഞ്ഞ് 3-4 വർഷം പിന്നെ അതിൻ്റെ ഒരു പീരീഡ് ഉണ്ടാവും. ആ പീരീഡ് കഴിഞ്ഞിട്ടും അതിനകത്ത് കംപ്ലയിൻറ്റും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ഈ റിട്ടൻഷൻ അവർ റിലീസ് ചെയ്യാറുള്ളൂ. ഇതാണ് റിയൽ ലൈഫിൽ നടക്കുന്ന റിട്ടൻഷൻ്റെ കേസ്. ഇതാണ്. അപ്പോൾ ഇവിടെ അവർ പറഞ്ഞ അക്കൗണ്ട്സിൽ എന്താ ചെയ്യുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം ഈ പൈസ നമുക്ക് കിട്ടാനുള്ള അവകാശം എപ്പോഴാണ് കിട്ടുന്നത്? ഇതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ക്വാളിറ്റിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് കാണുമ്പോൾ അയാൾ നമുക്ക് പൈസ തരും, ഡ്യൂ ആവും. അന്നേരം മാത്രമേ ശരിക്കും നമ്മുടെ അത് ഇൻകം ആവുന്നുള്ളൂ. അതുവരെ ഇത് നമ്മളെ സംബന്ധിച്ച് ഇൻകം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ റിട്ടൻഷൻ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്ന ആ എമൗണ്ട് സാധാരണ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7 പ്രകാരം റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ കോൺട്രാക്ട് റവന്യൂവിൽ നിന്ന് റിട്ടൻഷൻ കുറച്ച് കളഞ്ഞിട്ട് ബാക്കി പൈസ മാത്രമേ എടുക്കുമായിരുന്നുള്ളൂ. AS7 കാര്യം ഞാനിപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ബട്ട് വെൻ ഇറ്റ് ഈസ് കം ടു ദ ടാക്സ് ലോയിൽ ICDS 3 പറയുന്നത് ഭയങ്കര രസമാണ്. അവർ പറയുന്നത് നിങ്ങൾ റിട്ടൻഷൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിട്ടൻഷൻ കുറയ്ക്കാൻ പറ്റില്ല. ഇൻക്ലൂഡിങ് റിട്ടൻഷൻ യു ഹാവ് ടു റിക്കഗ്നൈസ് ദ കോൺട്രാക്ട് റവന്യൂ. സത്യം പറഞ്ഞ് ഇത് ഭയങ്കര വൃത്തികേടാണ്. ഈ പറഞ്ഞ സാധനം പ്രൂഡൻസിൻ്റെ നഗ്നമായ ലംഘനമാണ്. പക്ഷേ ഇതിൽ ഒരു ലോജിക്കുമില്ല. കാരണം ആ പൈസ എന്ന് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പില്ല, കിട്ടുമെന്ന് തന്നെ ഉറപ്പില്ല. പക്ഷേ ഇവിടെ അവർ കോൺട്രാക്ട് റവന്യൂവിൽ അത് കുറയ്ക്കാൻ സമ്മതിക്കില്ല. കോൺട്രാക്ട് റവന്യൂ ഇൻക്ലൂഡിങ് റിട്ടൻഷൻ മസ്റ്റ് ബി ടേക്കൺ. അത് ഭയങ്കര സ്പെസിഫൈ ചെയ്ത് ആക്ടിനകത്ത് അവരിത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഭയങ്കര എവിഡൻ്റ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇൻക്ലൂഡിങ് റിട്ടൻഷൻ. അതുപോലെ മറ്റെന്തെങ്കിലും എസ്കലേഷൻ, വേരിയേഷൻ, ക്ലെയിംസ്, ഇൻസെൻറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതാണ്. പല ഇൻക്ലൂഡിങ് റിട്ടൻഷൻ എന്ന് പറയുന്നത് ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രൊവിഷനാണ്. ഇത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്നുള്ള ഭയങ്കര മേജർ കോൺഫ്ലിക്റ്റാണ്. 2, കോൺട്രാക്റ്റ് കോസ്റ്റ്. ഇപ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ വർക്ക് കിട്ടി. ആ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി നമ്മൾ കുറച്ച് ഫണ്ട് അറേഞ്ച് ചെയ്തു. ആ ഫണ്ട് ഇപ്പോൾ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതിനിടയിൽ മൊത്തം പൈസ ആവശ്യമില്ല. അപ്പോൾ കുറച്ച് പൈസ ഐഡിയലായിട്ടിരിക്കുന്നുണ്ട്. ഈ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയുള്ള കുറച്ച് ഫണ്ട് നമ്മളിരിക്കുന്ന ഫണ്ടാണ്, പക്ഷേ ഇപ്പോൾ ആവശ്യമില്ല, ഐഡിയലായിട്ടിരിക്കുക. അതിനടുത്ത് നമ്മൾ വേറൊരു കമ്പനിയുടെ ഷെയറുകൾ ഇൻവെസ്റ്റ് ചെയ്തു. നമുക്ക് തൽക്കാലം പ്രൊഡക്റ്റീവായിട്ട് ആ ഫണ്ട് നമ്മൾ യൂസ് ചെയ്തു. ആവശ്യം വരുമ്പോൾ ഫണ്ട് വിഡ്രോ ചെയ്ത് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കും. അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്ത ഷെയറിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടി. ചിലപ്പോൾ ഈ കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫണ്ട്, ഐഡിയലായിട്ടിരിക്കുന്ന ഫണ്ടിന് ബാങ്കിൽ FD ഇടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഈ പൈസയെ മറ്റേതെങ്കിലും സ്ഥലത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിന് റിട്ടേൺ വരും. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺട്രാക്റ്റ് കോസ്റ്റുമായി ബന്ധപ്പെട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇൻസിഡൻ്റലായിട്ട് നമുക്ക് കിട്ടുന്ന റവന്യൂ ആണ് ഈ പറയുന്ന ഡിവിഡൻഡ്. ചിലപ്പോൾ പിന്നീട് ആ ഷെയർ വിൽക്കും. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസയും കിട്ടും, കുറച്ച് ക്യാപിറ്റൽ ഗെയിനും കിട്ടും. പൈസ ഐഡിയലായിട്ടിരിക്കുന്ന പൈസ, കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള പൈസ ഐഡിയലായിട്ടിരിക്കുന്നതിനടുത്ത് ബാങ്കിലിട്ടാൽ ഇൻട്രസ്റ്റ് കിട്ടുന്നു. ഇങ്ങനെയൊക്കെ കിട്ടുന്നതാണ് ഇൻസിഡൻ്റൽ ഇൻകം. അക്കൗണ്ട്സിലെ കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ കിട്ടുന്ന ഇൻസിഡൻ്റൽ ഇൻകത്തിനെ നിങ്ങളുടെ കോൺട്രാക്റ്റ് കോസ്റ്റ് ഇന്ന് സെറ്റ് ഓഫ് ചെയ്തിട്ട് നെറ്റ് കോസ്റ്റ് എടുത്താൽ മതിയെന്നാണ്. പക്ഷേ ICDS 3 പറയുന്നത് നിങ്ങളുടെ കോൺട്രാക്റ്റ് കോസ്റ്റുമായി അസോസിയേറ്റ് ചെയ്ത് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻസിഡൻ്റൽ ഇൻകം കിട്ടിയാൽ ഒരിക്കലും നിങ്ങൾക്കതിനെ കോൺട്രാക്റ്റ് കോസ്റ്റിൽ നിന്ന് കുറയ്ക്കാൻ പറ്റില്ല. ഇറ്റ് മസ്റ്റ് ബി അസസ്ഡ് സെപ്പറേറ്റ്ലി. എന്ന് വെച്ചാൽ ഇൻകം ടാക്സിനകത്ത് ഇൻകം ഫ്രം അതർ സോഴ്സിലോ ക്യാപിറ്റൽ ഗെയിനിലോ അസസ് ചെയ്യണമെന്ന്. അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലായോ? ക്യാപിറ്റൽ ഗെയിനിൽ പോയാൽ ഫ്ലാറ്റ് റേറ്റ് ടാക്സ് ചെയ്യും. അല്ല, IFOs പോയാൽ വേറെ എക്സ്പെൻസ് ഒന്നും കുറയ്ക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വരുമ്പം ചിലപ്പോൾ ഈ പറഞ്ഞ വർക്കുമായി ബന്ധപ്പെട്ട് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ആയിട്ടുണ്ടാവില്ല, റിക്കഗ്നൈസ് പോലും നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല ഇത്തവണ കോൺട്രാക്ട് റവന്യൂ. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ ഐറ്റത്തിന് ടാക്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും ടാക്സ് കൂടുതൽ അസസ് കൊണ്ട് അടപ്പിക്കുക. അതുകൊണ്ട് അവർ പറഞ്ഞു കോൺട്രാക്റ്റ് കോസ്റ്റുമായി ബന്ധപ്പെട്ട്, കോൺട്രാക്റ്റ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ഇൻസിഡൻ്റൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ പ്രാക്ടിക്കലി വരാൻ ചാൻസ് ഉള്ളതാണ്. കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ വകയിരുത്തുന്ന ഫണ്ട് ഇപ്പോൾ ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ് ഇല്ലെങ്കിൽ അതിനെ നമ്മൾ ടെമ്പററി ആയിട്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും. കാരണം ഐഡിയലായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടി പ്രൂഡൻറ്റ് ബിസിനസ്സുകാരൻ അങ്ങനെ ചെയ്യും. അപ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം, ഡിവിഡൻഡ് ഇൻകം, ഷെയറിൻ്റെ വല്ല ക്യാപിറ്റൽ ഗെയിനൊക്കെ അത് ഇൻവെസ്റ്റ് ചെയ്ത് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് പിന്നെ സമയം വരുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടണമല്ലോ. അപ്പോൾ ലിക്വിഡിറ്റിക്ക് വേണ്ടി അന്നേരം വിൽക്കും നമ്മൾ. അപ്പോൾ അതിന് ആ ഷോർട്ട് പീരീഡ് കൊണ്ട് നമ്മൾ അതിന് ഇൻകം ഉണ്ടാക്കും. ആക്ച്വലി ഇത് കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള ഫണ്ടാണ്. ആ പൈസയും നമ്മൾ ഏൺ ചെയ്താണ്, ടെമ്പററിലി നമ്മൾ ഏൺ ചെയ്താണ്. ബട്ട് സ്റ്റിൽ ഇൻകം ടാക്സിനകത്ത് അവർ പറയുകയാണ് അതിനെ നിങ്ങൾ സെപ്പറേറ്റ് ഇൻകോട്ട് എടുത്തോളണം, അതിനെ ഒരിക്കലും കോൺട്രാക്റ്റിൻ്റെ കോസ്റ്റിൽ നിന്ന് കുറയ്ക്കാൻ പറ്റത്തില്ല. ബട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നേരെ തിരിച്ചാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറയുന്നത് ഇതിനെ കോസ്റ്റിൽ നിന്ന് കുറയ്ക്കണമെന്നാണ്. കാരണം ഈ കൺസ്ട്രക്ഷൻ വർക്കുമായി ബന്ധപ്പെട്ട ഫണ്ടിൽ നിന്ന് നിങ്ങൾ ഏൺ ചെയ്ത ഇൻകമാണ്. അപ്പോൾ അത് അതിൻ്റെ കോസ്റ്റിൽ കുറയ്ക്കാനാണ് പറയുന്നത്. ഇനി അടുത്തത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്ന കാര്യം തന്നെയാണ്. അതായത് പ്രൊവിഷൻ ഫോർ ആൻറ്റിസിപ്പേറ്റഡ് ലോസസ് ഒരു കാരണവശാലും അനുവദിക്കില്ല. ആൻറ്റിസിപ്പേറ്റ് എന്ന് വെച്ചാൽ ഒരു കോൺട്രാക്റ്റ് പ്രൂഡൻസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിൻ്റെ 35% 40% ചെയ്തിട്ടുള്ളൂ. പക്ഷേ അത് ചെയ്തപ്പോൾ തന്നെ ഈ ലോസാണ്. മൊത്തത്തിൽ ഈ പ്രോജക്റ്റ് ലോസിൽ പോകുന്നു ഇപ്പോഴത്തെ കണക്ക് വെച്ച് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ എക്സ്പെക്റ്റഡ് ലോസിന് മൊത്തം പ്രൊവിഷൻ ഇടാം. പക്ഷേ വെൻ ഇറ്റ് ഈസ് കം ടു ICDS 3 ദറ്റ് ഈസ് നോട്ട് പെർമിറ്റഡ്. നിങ്ങൾ ആക്ച്വലി വർക്ക് തീർന്ന് ആ വർഷം ലോസ് ആക്ച്വലി വരുമ്പോൾ എടുത്താൽ മതിയെന്ന്. ഫ്യൂച്ചർ ലോസിന് ഇപ്പോൾ പ്രൊവിഷൻ എടുത്ത് തരില്ല. അതുപോലെ ഫ്യൂച്ചറിലേക്കുള്ളൊരു ബെനിഫിറ്റിന് വേണ്ടി ഇപ്പോൾ നിങ്ങൾ എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് ആയിട്ട് അനുവദിക്കാൻ പറ്റത്തില്ല. അവർ പറഞ്ഞാൽ നിങ്ങൾ അസറ്റാക്കി മാറ്റണമെന്ന്. അപ്പോൾ എന്തെങ്കിലും ഫ്യൂച്ചർ കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അസറ്റായിട്ട് കാണിക്കണം. ബട്ട് സാധാരണ നമ്മൾ ഇതിനകത്ത് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല.
അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അത് ഫ്യൂച്ചർ കോസ്റ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ലോസിന് പ്രൊവിഷൻ എടുത്താൽ അത് നമ്മൾ എക്സ്പെൻസിൽ ചാർജ് ചെയ്ത് കളയും. കാരണം ആൻറ്റിസിപ്പേറ്റഡ് പ്രൊവിഷൻ ഫോർ ലോസ് വരുന്നതുകൊണ്ട് ആ ഫ്യൂച്ചർ എക്സ്പെൻസ് അതിൽ തന്നെ നമ്മൾ കാണിക്കും. പക്ഷേ ഇവിടെ അവർ പറ്റത്തില്ലെന്നാണ് അവർ പറയുന്നത്. മറ്റൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു വ്യത്യാസമാണ് അൺകളക്റ്റീവ് കോൺട്രാക്ട് റവന്യൂ. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, റിട്ടൻഷൻ ഇൻക്ലൂഡ് ചെയ്ത് റവന്യൂ കാണിക്കാനല്ലേ പറയുന്നത്. പിന്നീട് ക്വാളിറ്റി ഒന്നും ഇല്ലായിരുന്നു, നമുക്ക് റിട്ടൻഷൻ കിട്ടിയില്ല, പാർട്ടി റിട്ടൻഷൻ തന്നില്ല. പാർട്ടി റിട്ടൻഷൻ തന്നില്ലെങ്കിൽ അതിനെ റൈറ്റ് ഓഫ് ചെയ്യാൻ, ബാഡ് ഡെറ്റ്സ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ. പക്ഷേ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ എന്താ ചെയ്യണത്, തുടക്കത്തിലെ റവന്യൂയിൽ അത് എടുത്തില്ല, അപ്പോൾ നല്ലതല്ലേ, റെക്കഗ്നൈസ് ചെയ്തിട്ടേ ഇല്ല, ബാഡ് ഡെറ്റ്സ് എന്ന് റൈറ്റ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ഉദിക്കുന്നില്ല. ബട്ട് വെൻ ഇറ്റ് ഈസ് കം ടു ICDS 3 നമ്മൾ റിയലൈസബിലിറ്റിയുടെ ഉറപ്പില്ലെങ്കിൽ പോലും പ്രൂഡൻസ് കോൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ടും ICDS 3 കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടും റിട്ടൻഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തെടുത്തു. പിന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കിട്ടാതെ വന്നാൽ അത് ബാഡ് ഡെറ്റ്സ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്ത് കളയാൻ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നമ്മൾ കോൺട്രാക്ട് റവന്യൂയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, നേരത്തെ മൊത്തം ചേർത്തെടുത്തുകൊണ്ട് ബാഡ് ഡെറ്റ്സ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യുക. ഇത്രയുമാണ് ICDS 3 ക്രിട്ടിക്കൽ ഇഷ്യൂസ്. ഇനി ഡിസ്ക്ലോഷർ എന്താ പറയുന്നത്, കോൺട്രാക്ട് റവന്യൂ നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഇയറിൽ എത്ര രൂപയുടെ കോൺട്രാക്ട് റവന്യൂ ആണ് റിക്കഗ്നൈസ് ചെയ്തതെന്ന് ICDS 3 ബന്ധപ്പെട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. നമ്മുടെ റിട്ടേണിലോ ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടിലോ കാണിക്കണം. നമ്മൾ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ്, എത്ര സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് വന്നു, അതെടുത്ത് എങ്ങനെയാണ്, എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റ് ആണോ, എന്ത് ബേസിസിലാണ് അത് എടുത്തത്, പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ എത്ര ആയി എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്, ഇത് അതിനകത്ത് ഡിസ്ക്ലോസ് ചെയ്യണം. അത് ഡിസ്ക്ലോഷർ സൈഡാണ്. ഡിസ്ക്ലോഷർ സൈഡ് അത്രയും പ്രശ്നമില്ല, അതിന് തൊട്ട് മുകളിലുള്ള ഏരിയയാണ് കോറായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇതിലെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ പറയുകയാണ്. ഈ ഇമ്പാക്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ ICDS 3 കണ്ടന്റ് നോക്കി, ഇനി ഇതിൻ്റെ പ്രാക്ടിക്കൽ റിയൽ ലൈഫിലെ ഇമ്പാക്റ്റിലോട്ട് ഞാൻ പോവാണ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 7 പ്രകാരം ബുക്ക് പ്രിപ്പയർ ചെയ്യും. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 7 പ്രകാരം കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അയാൾ കോൺട്രാക്ട് റവന്യൂ എടുക്കുന്ന സമയത്ത് റിട്ടൻഷൻ കട്ട് ചെയ്തിട്ട് ബാക്കി നെറ്റ് റവന്യൂ എടുക്കുകയുള്ളൂ. അയാൾ ഗ്രോസ് കോൺട്രാക്ട് റവന്യൂ എടുക്കില്ല. ഗ്രോസ് കോൺട്രാക്ട് റവന്യൂ മൈനസ് റിട്ടൻഷൻ കുറച്ചിട്ടേ അക്കൗണ്ട്സിൽ എടുക്കുകയുള്ളൂ. അപ്പോൾ അക്കൗണ്ട്സിൽ അയാൾ എടുത്തിരിക്കുന്ന കോൺട്രാക്ട് റവന്യൂ കുറവാണ്. ബട്ട് ICDS 3 പ്രകാരം റിട്ടൻഷൻ ഇൻക്ലൂഡ് ചെയ്ത് എടുക്കണമെന്ന് പറയുമ്പോൾ IT കമ്പ്യൂട്ടേഷനിൽ വരുമ്പോൾ അത്രയും റിട്ടൻഷൻ ആഡ് ചെയ്യേണ്ടി വരും പ്രോഫിറ്റിനോടൊപ്പം. കാരണം റവന്യൂ കുറവാണ്, അപ്പുറത്ത് അക്കൗണ്ട്സിൽ എടുത്തിരിക്കുന്ന റവന്യൂ കുറവാണ്, അപ്പോൾ അക്കൗണ്ട്സിലെ പ്രോഫിറ്റ് കുറവാണ്. ബിക്കോസ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 7 റിട്ടൻഷൻ എടുക്കണ്ട. ബട്ട് വെൻ ഇറ്റ് ഈസ് കം ടു ICDS 3 റിട്ടൻഷൻ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ എടുത്തിട്ടില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. നെറ്റ് എഫക്റ്റ് എന്താ, പ്രോഫിറ്റ് കൂടിയില്ലേ. 2, അക്കൗണ്ട്സിനകത്ത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 7 പ്രകാരം നിങ്ങളൊരു പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് തന്നെയാണ് അവിടെയും പറയുന്നത്. പക്ഷേ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് അവിടെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് വർക്ക് ചെയ്തു, അതിന് ലോസായി. അപ്പോൾ തന്നെ ഫ്യൂച്ചർ ബാക്കി കോൺട്രാക്റ്റിന് ലോസ് വരുന്നവർക്ക് മനസ്സിലായി. ബാക്കി വരുന്ന ലോസിന്, ആൻറ്റിസിപ്പേറ്റഡ് ലോസിന് ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു. ICDS 3 പറയുന്നു ആൻറ്റിസിപ്പേറ്റഡ് പ്രൊവിഷൻ്റെ ലോസ് തരൂലെന്ന്. അപ്പോൾ എന്ത് പറ്റും, അക്കൗണ്ട്സിലെ ആ പ്രൊവിഷൻ ഫോർ ലോസ് ഇട്ടതുകൊണ്ട് ആ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിൻ്റെ നെറ്റ് പ്രോഫിറ്റ് കുറവായിരിക്കും, ബിക്കോസ് ഓഫ് പ്രൊവിഷൻ ഫോർ ആൻറ്റിസിപ്പേറ്റഡ് കോൺട്രാക്ട് ലോസ്. When it is come to ICDS 3, that is anticipated provision loss is not permitted. Disallow ചെയ്യും, ആഡ് ബാക്ക് ചെയ്യും ആ ലോസിനെ. അപ്പോൾ നെറ്റ് എഫക്റ്റ് എന്താ, പ്രോഫിറ്റ് കൂടി. മറ്റത് കോൺട്രാക്ട് റവന്യൂ ആഡ് ചെയ്തു, ബിക്കോസ് അവിടെ എടുത്തിട്ടില്ല, ഇവിടെ എടുക്കണം, ആഡ് ചെയ്തു. അവിടെ ആൻറ്റിസിപ്പേറ്റഡ് ലോസ് അനുവദിക്കത്തില്ല, അവരെടുത്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ അത് അനുവദിക്കത്തില്ല. അവിടെ അവർക്ക് അനുവദിക്കുക, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 7 അവർ ക്രിയേറ്റ് ചെയ്തു. ബട്ട് ഇവിടെ നമ്മുടെ ICDS 3 അത് അനുവദിക്കത്തില്ല. അപ്പോൾ അവർ ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, തിരിച്ചെന്ത് ചെയ്യും, ആഡ് ബാക്ക് ചെയ്യും. നെറ്റ് എഫക്റ്റ് എന്താ, പ്രോഫിറ്റ് കൂടിയില്ലേ. അടുത്ത ഇമ്പാക്റ്റ് ആലോചിച്ച് നോക്കൂ. ഇൻസിഡൻ്റൽ ആയിട്ടുള്ള റവന്യൂ അക്കൗണ്ട്സിൽ അവർ എന്താ ചെയ്തിരിക്കുന്നത്, കോൺട്രാക്ട് കോസ്റ്റിൽ നിന്ന് കുറച്ചു. അപ്പോൾ അവിടെ പ്രോഫിറ്റ് കൂടിയിരിപ്പുണ്ട്, PGPയിലെ പ്രോഫിറ്റ് കൂടിയിരിപ്പുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ അവർ പറഞ്ഞ കോൺട്രാക്ട് കോസ്റ്റിൽ നിന്ന് കുറയ്ക്കാനല്ല, കോൺട്രാക്ട് കോസ്റ്റ് കൂട്ടിക്കും, അത് PGPയിൽ എടുത്ത് മാറ്റും. എന്നിട്ട് എവിടെ കൊണ്ടുപോകും, ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സ്, ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഹെഡ്, കൺസെൻറ്റ് ഹെഡിൽ കൊണ്ടുപോകും. അപ്പം ഓവറോൾ പ്രോഫിറ്റ് കൂടുന്നില്ലെങ്കിലും ടാക്സ് ഇമ്പാക്റ്റ് മാറും. കാരണം ടാക്സ് ഇമ്പാക്റ്റ് മാറുന്നത് എന്തുകൊണ്ടാണ്, ഇത് ക്യാപിറ്റൽ ഗെയിനിൽ പോയാൽ ഫ്ലാറ്റ് റേറ്റ് ആണ്, IFOs പോയി കഴിഞ്ഞാൽ കമ്പനിയാണെങ്കിൽ 30% ആണ്. മാത്രമല്ല ഇതിന് കറസ്പോണ്ടിങ് എക്സ്പെൻസ് കുറയ്ക്കാനില്ല. മറ്റത് കൺസ്ട്രക്ഷനകത്ത് കയറി പൂളിൽ കയറി അങ്ങ് പോകും. അപ്പോൾ നെറ്റ് ഇമ്പാക്റ്റ്, ടാക്സ് ഇമ്പാക്റ്റ് കൂടുതൽ വരും. ഈ പറഞ്ഞ ഇമ്പാക്റ്റിൻ്റെ ഒരു വിഷയം അതാണ്. ഇനി ബാഡ് ഡെറ്റ്സിൻ്റെ ഇഷ്യൂ നമുക്ക് പറയാം. ഇനിഷ്യലി അക്കൗണ്ട്സിനകത്തുള്ള കോൺട്രാക്ട് റവന്യൂ കുറവായിരിക്കും, ബട്ട് ടാക്സിലെ കോൺട്രാക്ട് റവന്യൂ കൂടുതലായിരിക്കും. ബട്ട് ലേറ്റർ പോയിന്റ് ഓഫ് ടൈം റിട്ടൻഷനൊക്കെ കിട്ടാതെ വരുമ്പോൾ ബാഡ് ഡെറ്റ്സ് ഇൻകം ടാക്സിൽ അനുവദിക്കും. അപ്പോൾ മേജർ ഇമ്പാക്റ്റ് ഇത്രയുമാണ്. അപ്പോൾ റിട്ടൻഷൻ്റെ ആംഗിള്, ആൻറ്റിസിപ്പേറ്റഡ് ലോസിൻ്റെ ആംഗിൾ, ഇൻസിഡൻ്റൽ കോസ്റ്റുകൾ അതുമായി ബന്ധപ്പെട്ട് ഇൻസിഡൻ്റൽ ഇൻകത്തിൻ്റെ ആംഗിൾ, ഈ 3 കാര്യങ്ങൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഇത് 3ഉം നമ്മുടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 7 ICDS 3 തമ്മിലുള്ള മേജർ ഇമ്പാക്റ്റാണ്. ആൻഡ് ഇമ്പാക്റ്റ് നെറ്റ് എഫക്റ്റിൽ പ്രോഫിറ്റിൽ എങ്ങനെ വരുന്നു എന്ന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ റിട്ടൻഷൻ കാരണം ICDSൽ റിട്ടൻഷൻ കാരണം IT കമ്പ്യൂട്ടേഷൻ ഇൻകം കൂടും. അവിടുത്തെ ആൻറ്റിസിപ്പേറ്റഡ് ലോസിൻ്റെ പ്രൊവിഷൻ ഇവിടെ പ്രൂഡൻസ് ഇല്ല, ഡിസലോ ചെയ്യും ICDS 3 പറഞ്ഞുകൊണ്ട്. ഇവിടെ അത് ഡിസലോ ചെയ്യുമ്പം ഇവിടുത്തെ പ്രോഫിറ്റ് കൂടും. പിന്നെ അവിടുത്തെ ഇൻസിഡൻ്റൽ റവന്യൂ അവിടെ എടുത്തിട്ടില്ല, അത് കോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്തു, ഇവിടെ അത് എടുക്കണം. അപ്പോൾ ഇവിടെ അതർ ഹെഡുകളുടെ ഇൻകം കൂടാം. അപ്പോൾ ഈ 3 ഇമ്പാക്റ്റുകളാണ്
അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7 ICDS 3 തമ്മിലുണ്ടാകുന്നത്. അപ്പോൾ ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർ A7 ഫോളോ ചെയ്ത് അതിന് പ്രകാരം ചെയ്തു വയ്ക്കും. ബട്ട് IT കമ്പ്യൂട്ടേഷൻ വരുമ്പോൾ PGP വരുമ്പം ICDS 3 പ്രകാരം ഈ പറഞ്ഞ കലാപരിപാടികൾ ചെയ്ത് കഴിയുമ്പോൾ IT ആക്ടിലെ അല്ലെങ്കിൽ ഇൻകം ടാക്സിലെ പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് കൂടും. ദിസ് ഈസ് ദ മേജർ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ICDS 3 ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7. അപ്പോൾ ഈ ഇത്രയും ഇമ്പാക്റ്റുകൾ ഓർത്തിരിക്കുക. അപ്പോൾ റിക്കഗ്നിഷൻ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ICDS 3 ഈസ് ഓവർ. ഓക്കെ, ICDS 3 ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാമിനേഷന് ചോദിക്കുന്ന ഒരു മേഖലയും കൂടെയാണ്. അപ്പോൾ അടുത്തിന് നമുക്ക് അപ്പോൾ ICDS 1 നമ്മൾ നോക്കി, അക്കൗണ്ടിങ് പോളിസി. ICDS 2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻ്ററി. ആൻഡ് ICDS 3 വി ഡിസ്കസ്ഡ്, ദാറ്റ് ഈസ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്. അപ്പോൾ ICDS 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം റവന്യൂ റെക്കഗ്നിഷൻ ആണ് ICDS 4. ഓക്കെ, സോ നെക്സ്റ്റ് ലെക്ചർ വി വിൽ ഡു ICDS 4 റവന്യൂ റെക്കഗ്നിഷൻ. ഓക്കെ.